ഹലോ ഗായ്സ്, ഓക്കെ, എം സി ലൈഫ് സീസൺ 1 എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോ ഇതാണ് എം സി ലൈഫ്, നമ്മളെ നോട്ട് ക്രാഫ്റ്റിൻ്റെ സ്വന്തം എം സി ലൈഫ്. അപ്പം ഇതിൽ എൻ്റെ ഫസ്റ്റ് ഇതാണ്. ഞാൻ ഇപ്പം നിൽക്കുകയാണ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം നോട്ട് ക്രാഫ്റ്റിൻ്റെ ബേസിലാണ്. ഇത് സ്കെൽറ്റൺ ഫാം അല്ലെങ്കിൽ XP ഫാം. ഓക്കെ, അപ്പം ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മല്ലു ഞാനും മാത്രം. സോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് എന്താ പറയാ, അതിസുന്ദരമായിട്ടുള്ള നോട്ട് ക്രാഫ്റ്റിൻ്റെ ബേസ്. നെതർ പോർട്ടൽ ഉണ്ട്, ബ്രീഡർ ഉണ്ട്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള അയൺ ഫാം ഉണ്ട്, പിന്നെ സ്വന്തം നോട്ട് ക്രാഫ്റ്റിൻ്റെ ബേസ്, GTയുടെ ബേസ് ഇരിക്കുന്നു. ഐ തിങ്ക് ഇതായിരിക്കും ഇവരെന്താ ഫാമില്, ബെറി ഫാം, എല്ലാ ഫാം. നമുക്കപ്പോൾ എൻ്റെ ബേസിലേക്ക് പോകണം. ഇന്നലത്തെ നമ്മളെ സോൾ കിങ്ങിൻ്റെ ലൈവ് കണ്ടവർക്ക് അറിയാം, ഇവിടെ റെയ്ഡ് കടന്ന്. സോ ആ റെയ്ഡിൽ ഒരു ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. ഇപ്പം ഞാൻ ഇവിടെ കിടന്ന് എനിക്ക് വീട്ടിൽ പോകണം. സോ ഇതെന്താ ഫാം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ക്രീപ്പർ ഫാം എന്നാണ് തോന്നണം. അല്ല ഇവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഷുഗർ കെയിൻ ഫാം, ആ സംഭവം ഷുഗർ കെയിൻ. പിന്നെ എൻ്റെ ഇത് എഫിഷ്യൻ്റ് ആണ് ഗൈസ്. ഓക്കെ, ഇവിടെ ക്രഷർ ഉണ്ട്, കൗ ക്രഷർ ഉണ്ട്. ഇത് GTയുടെ വീട് ഇതായിരിക്കുന്നു. കൊള്ളാൻ നൈസ് ഹൗസ്. അപ്പം ഇത് നമ്മളെ ഒരു കോൺഫറൻസ് ഹോൾ പോലത്തെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ വെച്ച് ഇരിക്കാനുള്ള സ്ഥലം. ജോയിൻ. അപ്പം നോട്ടിൻ്റെ അടുത്ത് പറയാം. നോട്ട് അപ്പൊ നമ്മളെ മല്ലു ഇവിടെ തന്നെ ഉണ്ട്. മല്ലു, ഹലോ. മല്ലു VCയിലുണ്ട്. മല്ലു ഗൈസ്, മല്ലു ഇതായിപ്പോണ്ട്. ഇവരൊക്കെ ഡയമണ്ട് ആയി, ഞാൻ സ്റ്റിൽ അയണിലായി. ഞാൻ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് വന്നേ ഉള്ളൂ. സോ ഇനിയാണ് ബേസ് കീഴിലോ. ഏതാ വൈബ്. ഇത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള അടുത്ത ട്രേഡിംഗ് ഹോൾ. എന്തായിരുന്നു? ക്ലിക്ക് ഹിയർ ഫോർ ക്ലോസിംഗ് ടാബ്. അത് കൊള്ളാല്ല. ഇത് മേളില് മറക്കാവും. ഓ, 3-in-1 അല്ലേ? അപ്പൊ നോട്ട് വീണ്ടും ലെഫ്റ്റ് ആയി. നോട്ട് VC കയറാൻ പോയിരിക്കും. ഗൈസ്, മൈക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. സോ നമ്മളെയൊക്കെ വോയിസ് എത്രത്തോളം നന്നായിട്ട് റെക്കോർഡ് ആവുമെന്ന് പറയാൻ പറ്റുന്നില്ല. അടുത്ത വീഡിയോയിൽ സെറ്റ് ആകാം. ഓട്ടോ ക്രാഫ്റ്റർ. എന്താ ഇവിടെ ക്രാഫ്റ്റ് ആവണ? വുഡ് വെച്ച് നമ്മളെ ക്രാഫ്റ്റർ വെച്ച് ചെയ്യണല്ലേ? ഇത് ഓൺ ആക്കുമ്പോ സ്റ്റിക്ക് ആയിട്ട് വരും അല്ലേ ഇവിടെ? ഓക്കെ, ഇതാണോ? ഓ, സ്റ്റിൽ വർക്കിംഗ്. നെതർ പോർട്ടലൊക്കെ കിടിലാണല്ലോ. ഗൈസ്, ഫസ്റ്റ് ഫ്ലോറിലാണിത്. നല്ല രസമുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് എൻട്രൻസ് ഉണ്ട്. ഐ തിങ്ക് ഇവിടെ ആയിരിക്കും മല്ലു, അവിടെ ആയിരിക്കും നോട്ട്. അങ്ങനെ ആയിരിക്കും. അപ്പൊ നൈസാ, ഹൗസൊക്കെ നൈസാ.
നല്ല ഏരിയ. വാണ്ടറിങ് ട്രെയിലർ ഇതായിരിക്കണം. എനിക്ക് ഈ ജീവിയെ ഇഷ്ടമല്ല, കണ്ണുകൊണ്ട് കണ്ടൂടെ തുപ്പി കൊല്ലണ ജീവി. അപ്പം വാട്ടർ വെറൈറ്റി. ഓക്കെ ഗൈസ്, അപ്പം എനിക്ക് ബേസിൽ പോകണം. ഇപ്പം ഞാൻ വെറും കൈ കൊണ്ട് ലാപ്പിൽ കളിക്കണേണ്. എൻ്റെ മൗസ് രാവിലെ ചതിച്ച്. വയർലെസ് ആണ്, ബാറ്ററി ആണ്. ഇനി ബാറ്ററി വാങ്ങാൻ പോകണം. കുറേ പരിപാടികളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ ഇടുന്നത്. ഇപ്പൊ ഞാൻ ടച്ച് പാഡിൽ കളിക്കണേ. അപ്പൊ നമുക്ക് ബേസിൽ പോവാം. ബേസിന്റെ കോഡ്സ് എഴുതി വെച്ച് ഞാൻ ബുക്കൊക്കെ എടുത്തോണ്ട് വരട്ടെ. ബേസ് അങ്ങോട്ടെന്നാ എന്റെ ഒരു വിശ്വാസം. നോട്ട് ഉണ്ടല്ലോ, നോട്ടിന്റെ അടുത്ത് TP അടിക്കാൻ പറ. നോട്ട് എനിക്ക് തോന്നുന്നു VC കാണും. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പിന്നെ ഈ സെർവറിനെ കുറിച്ച് പറഞ്ഞില്ല. ഈ സെർവർ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സെർവർ ആണ്. ഈ സെർവർ എന്താ പറയാനാ, ഈ സെർവർ പ്രൈവറ്റ് സെർവർ ആണ്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് സീസൺ വരും. ഫസ്റ്റ് സീസൺ എന്ന് പറയണ ഇതിലെ മെയിൻ കാര്യങ്ങൾ, ഇതിൽ ഒരുപാട് ടാസ്കസ് ഉണ്ട്. ഈ ടാസ്കസ് ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്യണം. അതായത് ഈ സെർവർ ബിഫോർ ദ സെർവർ എൻഡിങ് നമ്മൾ ഈ ടാസ്കസ്, അതായത് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നതാണ് നമ്മളെ സ്റ്റാർട്ടർ ഹൗസ്. സ്റ്റാർട്ടർ ഹൗസ് ആണ് നിങ്ങൾ കണ്ടത്. ഇത് നോട്ടിന്റെ, അത് അവിടെ ഇരിക്കുന്ന മല്ലുവിന്റെ. സോ അപ്പൊ എങ്കിലേ നെതർ ഓപ്പൺ ആവുള്ളൂ. സെക്കൻഡ് ടാസ്ക് ഓരോ ടാസ്ക് ഒക്കെ ഉണ്ട്. അങ്ങനെ കിടിലും ആക്കി പോണം. എന്നിട്ട് ഓരോർക്ക് ഓരോ തീമിലാണ് അവർ ബേസ് ഉണ്ടാകേണ്ടത്. ഇവർക്ക് കിട്ടിയത് ഫ്ലോട്ടിംഗ് ഐലൻഡ് അല്ലേ? ഓക്കെ, അപ്പം എനിക്ക് കിട്ടിയത് മിഡീവൽ ടൗൺ ആണ്. സോ അപ്പം നമുക്ക് വേറെ എന്തോ പറയാന്, ബേസിൽ പോവാം. നോട്ട് വരട്ടെ, TP അടിക്കാം, എന്നിട്ട് പോവാം. പിന്നെ എന്ത് പറയാനാ? നോട്ട് വന്ന് നോട്ടേ. നീ വരുന്നാ? നീ ബേസിൽ വരുന്നാ? നീയും കൂടെ ബേസ് ഒന്ന് നോക്കിട്ടോ. TP അടിക്ക്. നീ വരുന്നാടാ? നീയും കൂടെ വരുവോ? റെക്കോർഡിംഗ് അവനറിയാം കോഡ്സ് അറിയാം. എടാ നോട്ടിന്റെ അടുത്ത് പറ. കോട്സ് 608 752. ഗൈസ് ഇപ്പൊ കാണാം എന്റെ ബേസ്. ഗൈസ് അങ്ങനെ TP അടിച്ചു.
ഹൈക്ക് അങ്ങനെ അതിസാഹസികമായി എന്റെ ബേസിലെത്തിയിട്ടുണ്ട്. ഇവിടെ എന്റെ ടൈറ്റാനിക് ഷിപ്പ് ഉണ്ട്. എന്തിനൊന്ന് ബേസ് കാണാനെന്ന് പറ. ഞാൻ പറഞ്ഞ കേൾക്കൂല. റോദന്റെ പറ. കാണാൻ വിടുക പ്ലീസ്. ഇതപ്പോ ഇതാണ് ഷിപ്പ്രക്ക്. അതിന് ഞാൻ പേരിട്ട് ടൈറ്റാനിക് ആക്കി ഇവിടെ കിടപ്പുണ്ട്. അത് മതി. അതെന്താ അങ്ങനത്തെ ഒരു ടോക്ക്? അവൻ നെതറൊക്കെ കണക്ട് ആയിട്ട് വരും. അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ്. SR പുറത്തു വരികയാണ്. SR വന്നിട്ട് അവന്റെ ചാനലുണ്ട് SR10 ഗെയിമിംഗ്. അവിടെ ചെക്കൗട്ട് ചെയ്യാൻ അവൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാകുന്ന സി പ്ലാറ്റ്ഫോം. അങ്ങോട്ടെല്ലാം മലയാണ്, സവാനയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മിഡീവൽ സിറ്റിക്ക് സവാന ഒട്ടും ചേരത്തില്ല. സോ എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. സോ ഇന്നത്തെ ഒരു ഇതെന്ന് പറയണ ബേസ് ടൂറാണ്. അപ്പം സ്പോണാവുന്ന ഞാൻ നേരത്തെ കണ്ടില്ല. ആ വില്ലേജിൻ്റെ ഷിപ്രക്കിൻ്റെ അവിടെ കൂടെയാണ് ഈ ബേസിൽ കയറി വന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ പോയത് ഇതാണ് നമ്മളെ ബേസ്. ഈ വില്ലേജറിൻ്റെ ഈ വീടിനെ നമ്മൾ അതിക്രമിച്ചെടുത്തു, ബേസാക്കി. സോ നെക്സ്റ്റ് ഇതാണ് ടീം 4ന്റെ ഫസ്റ്റ് ബ്ലോക്ക്. ഇത് എൻ്റെ ആദ്യത്തെ പെറ്റ്. ഞാൻ ഇതിൽ വന്ന് ആദ്യത്തെ കൊണ്ടുവന്ന പെറ്റ് ലൂസിഫർ. ഇപ്പൊ ലൂസിഫർ ഞാനിവിടെ ഒറ്റയ്ക്ക. ഇത് SRന്റെ വീട്. പിന്നെ ഇതാണ് വില്ലേജിന്റെ ഇത്രകളുടെ എല്ലാ ഫുഡ് ക്രോപ്പും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ വീട്. ഈ സുന്ദരമായിട്ടുള്ള വീടാണ് എൻ്റെ വീട്. പിന്നെ എന്താണ് പിന്നെന്ന് പറയുമ്പോ പിന്നെ എല്ലാം പിന്നെ ഒന്നും പറയാനില്ല. ഇതാണ് നമ്മളെ ബ്രീഡർ. ഞാൻ ഉണ്ടാക്കിയ ബ്രീഡർ നല്ല എഫിഷ്യൻ്റായി. ഇപ്പൊ ഇവിടെ യവന്മാര് കൂട്ടിക്കൂടി എനിക്ക് ലാഗ് അടിക്കാൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ അത്രയ്ക്ക് എഫിഷ്യൻ്റാ. ഇതാണ് അയൺ ഫാം 7x7. അവർ ചെയ്തിരിക്കുന്ന വേറെ മോഡല്, ഞാൻ ചെയ്തിരിക്കുന്ന വേറെ മോഡല് 7x7. എഫിഷ്യൻ്റ് ആണ് ചോദിച്ചാൽ ഞാൻ ഏകദേശം 3 ദിവസം ഉണ്ടാക്കിയുള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ ഒരു 5 സ്റ്റാക്കൊക്കെ അടിച്ചു മാറ്റി ഇതിൽ നിന്ന് തന്നെ എടുത്ത്. എന്നിട്ടും ഇത്ര ഉണ്ട്. AFK സ്പോട്ട് അവിടെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് എൻ്റെ തട്ടിക്കൂട്ട് ആദ്യത്തെ ബേസ്. നെക്സ്റ്റ് എന്ന് പറയണ ഇതാണ് ക്ലോക്ക്. ഇവിടെ സമയം നോക്കായിട്ട്. പിന്നെ ലൈവൊക്കെ ഇനി അടുത്ത് പോണം. ഇന്നലെ ലൈവ് ആയിരുന്നത്. പിന്നെയാണ് ഞാൻ സോളിന്റെ ലൈവിൽ കയറിയ. SR ഒക്കെ അപ്പൊ സോളിന്റെ ലൈവ് മിക്കവാറും നൈറ്റ് കാണും. എല്ലാരും ചെക്കൗട്ട് ചെയ്യുക. നാളെ മിക്കവാറും, നാളെ അല്ലെങ്കിൽ ഉടൻ തന്നെ എൻ്റെ ലൈവ് കാണണേ. സോ അപ്പൊ നമുക്ക് ബാക്ക് ടു ഇവിടെ. ഓക്കെ, ഇതെന്തായാലും കാറ്റസ് ഫാം. ചെറിയല്ലല്ലോ, എന്തായാലും ബെറി ഉണ്ട് ഇവിടെ. ഒരു നല്ല ആസ്തറ്റിക് വൈബായിട്ടുള്ള, അതായത് നല്ലൊരു നാച്ചുറൽ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു അക്വേറിയം.
ഇവിടെ ഇത് ഗ്ലാസ് അക്വേറിയം. ഇവിടെ ഞാൻ ഓരോ ഫിഷിനെ കൊണ്ടിടും. ഈ ഫിഷിന്റെ എല്ലാത്തിൻ്റെയും പെയറായിട്ടുള്ള ഫിഷ് ഇതാ ഈ ചെസ്റ്റിൽ കാണും. ഇതിലുള്ള ആൾക്കാർക്ക്, അതായത് ഇതിലുള്ള പ്ലെയേഴ്സിന് ഇത് റെയർ ആയിട്ടുള്ള ഫിഷാണ് ഞാൻ മാക്സിമം പിടിക്കാൻ നോക്കണം. ഇതിനെല്ലാം ഞാൻ ഫ്രീ ആയിട്ടില്ല ഫോർ എമറാൾഡിന് ഞാൻ കൊടുക്കും. ഇവിടെയാണ് ഞാൻ ഒഴിക്കണത് ഫിഷിനെ കൊണ്ടിടുന്ന സ്ഥലം. ഇപ്പം എൻ്റെ ഉള്ള 2 ഫിഷ് എന്ന് പറയുന്നത് ഏതൊക്കെയാന്ന് വെച്ചാൽ പേര് നോക്കട്ടെ. റെഡ് സ്നാപ്പറും ഉണ്ട്, ബ്ലാക്ക് ടാങ്ക് ഉണ്ട്, പിന്നെ കരിമ്പും തുരുത്ത്, നമ്മളെ FTTയുടെ കരിമ്പും തുരുത്തുണ്ട്. ഈ പ്ലാറ്റ്ഫോം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 2 lakhs 3 lakhs ബ്ലോക്ക് വേണ്ടി വരുന്നുണ്ട് എർത്ത് ഫില്ല് ചെയ്യാൻ. ഇത് ഞാൻ ഉണ്ടാക്കിയ ഷിപ്രക്കല്ല, ഇതിവിടെ വന്നപ്പോഴേ കിടന്നതാ. സോ ഞാൻ പൊട്ടിക്കാൻ നിന്നില്ല, നല്ല രസമുണ്ട്. ഇതാണ് ടൈറ്റാനിക്. പിന്നെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഏകദേശം അവിടെ നിങ്ങൾ കാണാതിരിക്കും, അതുവരെയാണ് ഈ പ്ലാറ്റ്ഫോം ഉള്ളത്. ഇത്രയും ഫില്ല് ചെയ്യണം. മിക്കവാറും വർഷം ഈ സർവർ കിടന്നാലും ഞാൻ ഫില്ല് ചെയ്ത് തരില്ല. ഇത് ഇത്രയും നീളമുണ്ട്, അങ്ങോട്ട് നല്ല നീളമുണ്ട്. അവിടെ നീല കളർ വെളിച്ചം കണ്ട ടോർച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് കാണൂലേക്ക് ഞാൻ റെൻഡർ കുറച്ചിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും റെൻഡറിൻ്റെ ആവശ്യമേ പിന്നെ എന്താ പറയാന്, പിന്നെ ഇനി ഒരു നെതറൊക്കെ ഓപ്പൺ ആയി. ഇനി നെതർ പോർട്ടൽ ചെയ്യണം. നെതർ പോർട്ടൽ അതും നമ്മളെ SRന് ഒരു ആഗ്രഹം, നമ്മളെ സുധീൻ ഡ്രീമും ഒക്കെ ചെയ്തിരിക്കുന്ന പോലെ നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള നെതർ പോർട്ടൽ. സോ അതിനുവേണ്ടി ഇവിടെ അടുത്ത് തന്നെ ഒരു റെയിൻ പോർട്ടൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഞാൻ ഈ നമ്മളെന്തായാലും നെതർ റാക്കും ഗോൾഡ് ബ്ലോക്കും മാഗ്മ ക്യൂബും കുറച്ച് ലാവയൊക്കെ ഇങ്ങനെ, എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സൈഡിലായിട്ട് ഞാൻ അവിടെ ഉണ്ടാക്കും നടുക്കായിട്ട്. അത് എല്ലാ ബയോവും വരണ സെന്ററിൽ നെതർ പോർട്ടൽ. സോ എന്തായാലും ഉണ്ടാക്കണം അതൊക്കെ. അവിടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആ സംഭവം നിൽപ്പുണ്ട്, എൻഡർമാൻ. അവിടെ ലാവാ പൂളുണ്ട്. പിന്നെ ഇവിടെ എവിടെയായിരുന്നു ഞങ്ങൾ SR മൈനിങ്ങിന് പോയ സ്ഥലം. ഇവിടെ എവിടെയാണ് മിക്കവാറും ഞാൻ കാണിച്ച് ഞാൻ തന്നെ ചാവും. ഞാൻ ഈ മൗസില്ലല്ലോ, അപ്പോൾ ഫുഡ് കഴിക്കാൻ എനിക്ക് ലോങ് പ്രസ് ചെയ്ത് പാടാം. ഞാൻ ഈ ഓടാൻ കുറയുമ്പോൾ ഉള്ള സ്റ്റാമിന കുറയുമ്പോൾ മാത്രമേ, ഹങ്കർ കുറയുമ്പോൾ മാത്രമേ ഞാൻ ഇത് കഴിക്കാറുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ആ റെയിൻ പോർട്ടല്. ഇവിടെ ഇത് കണ്ടാൽ തോന്നും ഗ്രാവിറ്റി ഇല്ലാതെ പോലെ നിൽക്കണമെന്ന്. ബട്ട് ഞാൻ അവിടെ എൻ്റെ അടിയിലുള്ള എല്ലാം അടിച്ചു മാറ്റി. എനിക്കറിയാം ഞാൻ ഇപ്പം തന്നെ തീരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെയാണ് നമ്മളെ SRൻ്റെ എന്തായിരുന്നു അതോ അവിടെ ടോർച്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാ തന്നെ ഓറം അവൻ്റെ എന്തായാലും മൈനിങ് ഏരിയ. സോ PC-ൽ ഞാൻ ലൈവ് പോയിട്ടുണ്ട്, അത് ഫുള്ള് കുളമായി. അതെൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ ഈ MC ലൈഫ് സർവർ അപ്പം തുടങ്ങിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തുടങ്ങണതിൻ്റെ മുമ്പാണെന്നാണ് എന്തോ പാട്ടം. ഇതാണ് നമ്മളെ SRൻ്റെ മൈനിങ് ഏരിയ. ഇവിടെ എവിടെയോ അവൻ എന്തോ ട്രെയിൽ ചാമ്പർ കണ്ടുപിടിച്ച് ഇപ്പൊ മെയ്സ് എടുക്കാൻ പോണം എന്നൊക്കെ പറഞ്ഞോണ്ട്. ഇവിടെ എവിടെ ഉണ്ട്, എവിടെന്ന് പോകുമ്പോ സ്പ്ലിറ്റ് ആവും. ഇവിടെ ഒരിടത്ത് പോയ കേവാണ്, അവിടെയാണ് എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അങ്ങോട്ട് ഞാൻ പോയി നോക്കി, അവിടെ ലാവയൊക്കെ ഉണ്ട്. ഇത് എനിക്ക് ഓ
സ്കെൽട്ടൻ്റെ ഒക്കെ ശബ്ദം കഴിച്ച് ഞാൻ പോവാൻ നിൽക്കണ്ട. എനിക്ക് ചുമ്മാ ചാവും. നീ മൗസ് പോലും ഇല്ല, ഓടാൻ പോലും അറിയില്ല. അവൻ ഫുള്ള് ലൈറ്റപ്പ് ചെയ്ത് വെച്ച് ഞാൻ നല്ല വെച്ച് ആ ഏരിയയിലുള്ള അത്ര കോളം തീർക്കാണ്. നൈസ്. ഓക്കെ, പിന്നെ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം. ഒരുപാട് പണികൾ. വോയിസ് ഒക്കെ ഓക്കെ അല്ലേ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. SR വരട്ടെ, പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. സെക്കൻഡ് വീഡിയോ ഞാനും SRും കൂടെ ഒക്കെ ആയിരിക്കും. നിങ്ങൾക്കൊരു സർപ്രൈസ് അറിയോ? ഞാൻ ഈ സെർവറിൽ വന്നിട്ട് ഇതുവരെ അയൺ മൈൻ ചെയ്തില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങനെയൊക്കെ അയൺ ഫാം ഉണ്ടാക്കാം. ഹോപ്പറൊക്കെ കളക്ട് ചെയ്യും. എല്ലാം അവൻ കളക്ട് ചെയ്തതാണ്. SR തന്നെ ഡയറക്റ്റ് റിസോഴ്സ് കളക്ട് ചെയ്യും. ഞാൻ ഉണ്ടാക്കുന്ന അവൻ റിസോഴ്സ് കളക്ടർ. ബേസ് അവ ഉണ്ടാക്കി. ഓക്കെ, ഹാഫ് ഡാമേജ്. ഇവിടെ നോക്കുമ്പോഴറിയാം അവിടെയാണ് നമ്മളെ ബേസ്. ഇത്രയും ഭയം ഒന്നും ഒരുമിച്ച് വരാൻ വേറൊരു സ്ഥലവും ഇല്ല. ഞാൻ നട്ടുപിടിപ്പിക്കണേണില്ല. എനിക്ക് പിന്നെ പെയ്ലോഗിന്റെ സാപ്ലിങ് ആണ്. ഞാൻ ഒരെണ്ണം കൊണ്ട് വെച്ച് നടന്നില്ല. പിന്നെയാണ് അറിഞ്ഞ 4 എണ്ണം വേണം. ആർമെന്റോസ് ക്യൂട്ട്. ഇപ്പൊ വേണ്ട. പിന്നെ എന്തൊക്കെയാ എല്ലാവർക്കും സുഖമല്ലേ? ഇത് വേണ്ട. വലിയ ഫോണില്ല. നമ്മളെ മെയിൻ മൈനിങ് ഏരിയ ഇതാണ്. അങ്ങ് അടിയിലോട്ടൊന്നും ഇല്ല. ഞാൻ ഇവിടെ പോണതേ ഉള്ളൂ. ഇവിടെ ഫുള്ള് വെള്ളം. അത് ഇന്നലെ ഫോണിലാ ചെയ്തത്. ഫോണിലും കളിക്കും PC-യിലും കളിക്കും. റെക്കോർഡ് ചെയ്യാൻ PC കയറും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുക. അതിൻ്റെ മുമ്പ് റീസ്പോൺ സെറ്റ് ചെയ്യട്ടെ. ഇത്രയും നേരം അവിടത്തെ റീസ്പോൺ ഉണ്ട്. ചത്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ റീസ്പോൺ. അപ്പം എൻ്റെ സിംഹാസനം, ഇതെൻ്റെ വാള്. ടീം 4ൻ്റെ സിംഹാസനം ബാഹുബലി ദ കിങ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ MC ലൈഫിൻ്റെ ലൈവായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് എപ്പിസോഡായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. മിക്കവാറും അടുത്ത ഞാൻ ട്രേഡിംഗ് ഹാൾ അല്ലെങ്കിൽ മൈനിങ്. ട്രേഡിംഗ് ഹാൾ ചെയ്തിട്ട് ഫോർച്യൂൺ ട്രീ ഒക്കെ ഒപ്പിച്ചിട്ട് അടുത്ത് മൈനിങ്ങിന് പോകാൻ പ്ലാൻ. ഡയമണ്ട് ആണ്. ട്രേഡ് ഹാൾ തുടങ്ങണം. മെയിൻ ബേസ് കെട്ടണം. NT പോകണം. എൻ്റെ മുമ്പ് നെതറിൽ പോകണം. നെതറൈറ്റ് ആവണം. കുറേ പ്ലാൻ ഉണ്ട്. ഈ പ്ലാൻ എല്ലാം നടക്കണം. സോ ഇപ്പം ബൈ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ സെക്കൻഡ് എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ ലൈവിലായിട്ട് ഞാൻ വരും. ലൈവിൽ ചെയ്യാം. അതാകുമ്പം ലൈവിലാകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ നിൽക്കണ്ട, അങ്ങ് ലൈവ് പോവാം. ബൈ. നാളത്തെ വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ക്യാരറ്റ് കഴിച്ച് ജീവിച്ചോ. ഞാൻ പോയാൽ ബൈ.